ഇപ്പം UDF സംബന്ധിച്ച് SDPIയുമായിട്ട് നേരിട്ട് ചങ്ങാത്തത്തിലാണ്. കാരണം ഓരോ മണ്ഡലങ്ങളിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു ഉപകാരം, അതായത് ഇപ്പം ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ അവർക്ക് വോട്ട് ലഭിക്കും. അതാണ് അവർക്ക് പ്രധാനം. രാജ്യമോ അല്ലെങ്കിൽ സംസ്ഥാനമോ മോശമായാലും നശിച്ചാലും ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഇലക്ഷൻ വിജയിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ SDPIയുടെ വോട്ട് ഓപ്പണായിട്ട് വാങ്ങിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് SDPI. നേരിട്ടല്ലെങ്കിൽ പോലും അവർ സ്വാഭാവികമായിട്ട് ഒരു LA പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഇപ്പോൾ ധൈര്യമില്ല, ഒന്നും പറയുന്നുമില്ല. അതിന് കുറേ ന്യായീകരണമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം, ഞങ്ങൾ ആരെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം നല്ലൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ UDF സംവിധാനത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. പണ്ട് CPM-ഉം LDF ഒക്കെ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. സഖാപ്പി എന്നുള്ള പ്രയോഗം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പകൽ CPM പ്രവർത്തകനും രാത്രി SDPI പ്രവർത്തകനുമായുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. പല മണ്ഡലങ്ങളിലും ചില MLA-മാർ വരെ ഈ രീതിയിൽ SDPIയുടെ സപ്പോർട്ടൊക്കെ നേടി വിജയിച്ച ചരിത്രമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് കേരളത്തിലെ ഒരു വല്ലാത്ത സാഹചര്യം.